സുഹൃത്തുക്കളെ കൃഷ്ണദാസാണ്. അപ്പോൾ നമ്മളൊന്നേ കേബേജ് കോളിഫ്ലവർ വിത്ത് മുളപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിത്ത് പാക്കറ്റ്. ഒരു പാക്കറ്റിൽ നമുക്ക് ഒരു ഏകദേശം 250-300 വിത്തുകളുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് മുളപ്പിക്കാം. അപ്പോൾ മുളപ്പിക്കാൻ എടുക്കുന്ന പോട്ടി മിശ്രിതം ഇതാണ്. ചകിരിച്ചോറ് കമ്പോസ്റ്റാണ്. അതായത് നമ്മുടെ നഴ്സറിക്കാരൊക്കെ തൈകൾ മുളപ്പിക്കുന്ന ചകിരിച്ചോറ് കമ്പോസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പോസ്റ്റുകൾ നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ കിട്ടും. അത് ചെറിയൊരു വില ഉണ്ടാവുള്ളൂ. 30 രൂപ 35 രൂപയുള്ള ഒരു കിലോന്. നമുക്ക് വിത്തുകൾ പെട്ടെന്ന് മുളച്ച് കിട്ടാൻ പറ്റിയ പോട്ടി മിശ്രിതമാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം കേബേജിൻ്റെ വിത്തുകൾ പൊട്ടിച്ചിട്ട് ഇതേപോലെ എടുക്കുക. ഇത് ഞാൻ മുളപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിത്ത് ഇടുന്നത്. ശരിക്കും ഇത്ര വിത്ത് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഒന്നുമില്ലെങ്കിൽ ഒരു 20-30 വിത്ത് ചെറിയ ചട്ടിയിൽ ഇട്ടാൽ മതി. ഈ വലിയ ചട്ടി ഗ്രോ ബാഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി വിത്ത് മതിയാവും. അപ്പോൾ ഇത് കോളിഫ്ലവറിൻ്റെ വിത്താണ്. ഈ രണ്ട് വിത്തും ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമ്മുടെ കടുകിൻ്റെയൊക്കെ പോലത്തുള്ള ആ ഷേപ്പിലാണ് ഇതിൻ്റെ വിത്ത് വരുന്നത്. അപ്പോൾ വിത്തിട്ടു. ഇനി നമ്മൾ ചെറിയ രീതിയിൽ പോട്ടി മിശ്രിതം ഒന്ന് ചെറുതായിട്ട് മുകളിൽ വെതറി കൊടുക്കുക. അത് വളരെ ചെറിയ രീതിയിൽ കൊടുത്താൽ മതി, കാരണം ചെറിയ വിത്തുകളാണ്. ഇത്തരത്തിൽ നമുക്ക് ട്രേകളിലും അതേപോലെ സീഡ് ട്രേകളിലും നമുക്ക് മുളപ്പിക്കാം. ഓരോ വിത്തിട്ടിട്ട് ഓരോ തൈയാക്കിയിട്ട് മുളപ്പിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ ഇതേപോലെ പോട്ടി മിശ്രിതം നിറച്ച രീതി ചകിരിച്ചോറ് കമ്പോസ്റ്റ് നിറച്ചിട്ട് നമുക്ക് വിത്തുകൾ ഇടാം. ഇല്ലെങ്കിൽ മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് പാവി മുളപ്പിക്കാം. അപ്പോൾ അതിന് ശേഷം വിത്തിട്ട ശേഷം ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. ഓവറായിട്ടുള്ള ഈർപ്പം നിൽക്കരുത്, ഓവറായിട്ട് വെള്ളം കൊടുക്കും ചെയ്യരുത്. കാരണം ഒരുപാട് വെള്ളം ഓവറായി കഴിഞ്ഞാൽ വിത്തുകൾ ചീഞ്ഞു പോകും. അതുപോലെ തന്നെ മഴ കൊള്ളാത്ത രീതിയിൽ നമ്മൾ സൺഷെയ്ഡിൻ്റെ താഴെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താഴെ ഷെഡിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. നമുക്കൊരു 4 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അല്ലേ, 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലെ വിത്തുകളൊക്കെ ആണല്ലേ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. അത് കഴിഞ്ഞ് നമുക്കൊരു 10 ദിവസം കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ നോക്കാം. ഇതിപ്പോൾ 10 ദിവസം കഴിഞ്ഞു. കോളിഫ്ലവർ ആണ് നല്ല രീതിക്ക് മുളച്ച് നല്ല 2 ഇല പ്രായമായിട്ടുണ്ട്. അതുപോലെ കേബേജും മുളച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ എല്ലാ വിത്തുകളും നല്ല രീതിയിൽ മുളപ്പിക്കാം. നമ്മുടെ വിത്തുകളെല്ലാം പക്ക ക്വാളിറ്റിയുള്ള വിത്തുകളാണ്. പിന്നെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ചോദിച്ച് ചെയ്യുക. മുളപ്പിക്കേണ്ട രീതികൾ പലരും പല അറിവിൽ ചെയ്ത് പരാജയപ്പെടാറുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.